എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഓവണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഓവൺ ഓൺ ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലുള്ള ഫങ്ഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മളിത് ഓവൺ സൈഡാണോ അതിൻ്റെ PCB സൈഡാണോ കംപ്ലൈൻറ്റ് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു മെത്തേഡും അതിൻ്റെ കംപ്ലൈൻറ്റിലോട്ട് പെട്ടെന്ന് എത്തിപ്പെട്ടത് എങ്ങനെയെന്നും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പുതിയ ഫീൽഡിലുള്ള പുതിയ ടെക്നീഷ്യന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റുകൾ ചെക്ക് ചെയ്യാനും അതിൻ്റെ കംപ്ലൈൻറ്റിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാനുള്ള ചെറിയ ചെറിയ മാർഗ്ഗങ്ങളാണ് ഈ വീഡിയോയിലോട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമറിലോട്ട് നമ്മൾ 230 വോൾട്ട് സപ്ലൈ ഡയറക്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലാദ്യമുള്ള കണക്ഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു 2 പോയിൻറ്റിലേക്ക് ഡയറക്റ്റ് ഒരു എക്സ്ട്രാ ഒരു കോഡ് വയർ ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റ് 230 വോൾട്ട് സപ്ലൈ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഓവണ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഹീറ്റ് ആവുന്നുണ്ടോ, ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ബോർഡ് തന്നെയാണ് എന്നുള്ളത് എന്നൊരു കൺഫർമേഷനിലോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ഡയറക്റ്റ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓണിൽ സപ്ലൈ കൊടുത്തൊന്ന് ഓൺ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വെച്ചുകൊണ്ട് ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സമയത്ത് ഓവണ് വർക്ക് ചെയ്യുന്നുണ്ട്. മാഗ്നട്രോണിൻ്റെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഒരു 10-15 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്താൽ തന്നെ നമുക്ക് വെള്ളം ചൂടാവുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ സാധിക്കും. ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം വെള്ളം നമുക്കൊന്ന് പുറത്തെടുത്ത് നോക്കാം. ഈ സമയത്ത് വെള്ളം നന്നായിട്ട് ഹീറ്റായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓവൺ സൈഡ് വർക്കിംഗ് എല്ലാം ഓക്കെയാണ്. അതായത് നമ്മളെ മാഗ്നട്രോണ്, അതേപോലെ തന്നെ കപ്പാസിറ്റർ, ഡയോഡ് എന്ന് വേണ്ട ബാക്കിയുള്ള എല്ലാ ഡിവൈസുകളും വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ബോർഡ് സൈഡ് തന്നെയാണെന്നുള്ളത് ഏകദേശം ഉറപ്പ് വരുത്താം. അപ്പോൾ ഈ ബോർഡ് ജസ്റ്റ് ഞാൻ അയച്ചെടുത്തിട്ട് ഇതിനകത്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമുക്കിതിൽ കാണാൻ കഴിഞ്ഞത് ഒരു സെനർ ഡയോഡ്, അതായത് ഈ ബോർഡ് നമുക്ക് ജസ്റ്റ് അതിൻ്റെ സ്ക്രൂ ഒക്കെ അയച്ച് മാറ്റിയിട്ട് ബോർഡ് മാത്രം സെപ്പറേറ്റ് എടുത്ത് കാണുമ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു സെനർ ഡയോഡ് പൊട്ടിയതായിട്ട് നമുക്ക് ജസ്റ്റ് കാണാൻ സാധിച്ചു. അപ്പോൾ പിന്നെ കൂടുതലായിട്ടും ചെക്ക് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഈ ഡയോഡ് ജസ്റ്റ് ഒന്ന് അയച്ച് മാറ്റിയിട്ട് പുതിയൊരു ഡയോഡ് ആ സ്ഥലത്ത് റീപ്ലേസ് ചെയ്തു. അതിനുശേഷം ഇതിലേക്ക് പോകുന്ന കേബിളിൻ്റെ, നമുക്ക് സ്ലീവ് കേബിളാണ്, ഈ കേബിളിൻ്റെ ഈ ഒരു ടെർമിനൽസ് ജസ്റ്റ് ഒന്ന് വരുത്തിയിട്ട് അവിടെ കുറച്ച് ക്ലാവ് ഉണ്ടായിരുന്നു, അതൊക്കെ ജസ്റ്റ് ഒന്ന് വരുത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ പഴയതുപോലെ സെറ്റ് ചെയ്യുകയാണ്. സെറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ്, കാരണം ബാക്കിയുള്ള കമ്പണൻസ് ഒന്നും ഡാമേജ് ആയി കാണുന്നില്ല. അപ്പോൾ ആ ഡയോഡ് നമ്മളെ വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ആ ഡയോഡാണ്. ആ ഡയോഡിന് ആണ് കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡയോഡ് മാറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതെല്ലാം തിരിച്ച് അതേപോലെ റീഫിറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ഓക്കെ ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഓവൺ സൈഡാണോ അതല്ലെങ്കിൽ അതിൻ്റെ PCB സൈഡാണോ കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മാർഗം സ്വീകരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഇതിൻ്റെ വർക്കിൽ ഏർപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇത് കൂടുതൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പുതിയ ടെക്നീഷ്യന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്. ഫീൽഡിൽ ഇറങ്ങുന്ന പുതിയ ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോകൾ ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുമ്പോൾ സേഫ്റ്റി നന്നായിട്ട് എടുത്തതിന് ശേഷം മാത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട വർക്കിൽ ഏർപ്പെടാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് തിരിച്ചതേപോലെ റീഫിറ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം.